വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി നമുക്ക് എക്സാമിനുള്ളത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കാനും ഉണ്ടാവും. ഇന്ന് ആംഗിൾ ഇവിടെ നിങ്ങൾക്കായി ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സാമിന് തയ്യാറാവാം. ഇതിലൂടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരുപാട് ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അർജുൻ. വെൽക്കം ടു ആംഗിൾ ബി ലേൺ. നമുക്കെല്ലാവർക്കും അറിയാം, ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നിൽ എക്സാമിലേക്കുള്ളൂ. നമുക്കാണെങ്കിൽ കുറേ പഠിക്കാനുമുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിൽ എങ്ങനെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊരു 5 ദിവസത്തേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ദുബായിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 5 കിലോഗ്രാം ലഗേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലഗേജിൽ നിങ്ങൾ എന്തെല്ലാം കരുതുക? സിമ്പിൾ ആണല്ലേ? ആ യാത്രയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോവുക. ഇതേപോലെ എക്സാമിന് കുറഞ്ഞ സമയം മാത്രമുള്ളപ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അതെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ റൂൾ പറഞ്ഞുതരാം. അതാണ് 80-20 റൂൾ. ഈ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 20% പോർഷനിൽ നിന്നാണ് 80% മാർക്കിനുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഈ 20% അല്ലേ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാപ്റ്റർ ലിസ്റ്റ് എടുക്കുക. എല്ലാ ചാപ്റ്റേഴ്സിനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ടാവും. അതിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ളതിൽ നിന്നായിരിക്കും കൂടുതൽ മാർക്സിന് ചോദ്യങ്ങൾ വരിക. നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വെയിറ്റേജ് കൂടുതലുള്ള ഈ ചാപ്റ്റേഴ്സിനാണ്. അതുപോലെ ഈ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് ആ പോർഷൻ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് ആദ്യം വെയിറ്റേജ് നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്തു. ആ ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും ലിസ്റ്റ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായ പോർഷൻസ് നിങ്ങൾക്ക് മിസ്സാവില്ല. ഇപ്പോൾ തന്നെ പോയി നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് ലിസ്റ്റ് ചെയ്യുക. കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ് ഇത്. ഏറ്റവും ആദ്യം പഠിക്കേണ്ടതും നിങ്ങളുടെ റിവിഷനിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതുമായ ചാപ്റ്റേഴ്സും പോർഷനുമാണ് ഇത്. പറഞ്ഞ കാര്യമെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, മുന്നേറാം. ബൈ.